ഇതിൽ പുതുമയൊന്നുമില്ല. ലക്ഷ്യം ഇസ്ലാമിക ഭരണമാണ്. അത് കാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ആഗോളതലത്തിൽ തന്നെ ഇപ്പൊ നമ്മളെ മാധ്യമങ്ങളായാലും എല്ലാം അവരെല്ലാം ഇതിന് വാഴ്ത്തുന്നുണ്ട്. തീക്കാറ്റെന്നും പൊടിക്കാറ്റെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഇനി അവിടെ നാട്ടുകാരെ പഞ്ഞിക്കിടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇതെല്ലാം തിരിയും. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളടക്കം എന്ത് പറയും? ഇത് നമ്മളിൽ പെട്ടവനല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഐസിസിന് സംഭവിച്ചത്. ഐസിസ് അവിടെ ഇറാഖിൽ ഇത് തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തികമായ വിഷയങ്ങൾക്ക്, അഴിമതിക്കൊക്കെ എതിരെ നിങ്ങൾക്ക് മോചനം തരാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞാണ് ഐസിസ് അവിടെ വന്നത്. കാലഘട്ടത്തിൽ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അവരുടെ വിമോചകന്മാർ എന്ന് തന്നെയാണ്. അങ്ങനെ തുടങ്ങിയ ആളുകൾ ഏതാനും കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ എന്താ നമ്മൾ കണ്ടത്? വർഷങ്ങൾ യെസ്, അത് വന്നു. അവിടെ പിന്നെ നമ്മുടെ യസീദി കൂട്ടക്കൊലയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിമുറാദിന്റെ കഥയൊക്കെ നമ്മൾ പറയാറ്. അതെല്ലാം പിന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ തുടക്കത്തിൽ അത് വിമത സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മുന്നേറ്റം, ഇസ്ലാമിക ഭരണകൂടം, കാലിഫേറ്റ് എന്നൊക്കെ പറയും, ഒക്കെ ശരിയാണ്. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാണ്, ഇതൊരു ടെറർ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ HTSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അവർ ഓൾറെഡി ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് ഓൾറെഡി ഡെസിഗ്നേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ പഴയ പോലെ അല്ല എന്ന് പറയും, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയും. എത്രമാത്രം ഗൗരവത്തിൽ അത് എടുക്കാം, എത്രമാത്രം അത് വിശ്വാസത്തിലെടുക്കാം എന്നുള്ളത് വരുന്ന ആളുകളിൽ വാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒന്നും എടുക്കാനും അങ്ങനെ അത്രയ്ക്ക് മണ്ടന്മാരല്ലല്ലോ എന്നേ നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആനുകൂല്യം എല്ലാവർക്കും കൊടുക്കണം എന്നും കൂടിയാണ് ഞാൻ പറയാം. അതായത് എത്രമാത്രം കിരാതമായ ഭീകരവാദ കാഴ്ച പ്രകടനങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഒരു ദിവസം നേരം എടുത്തപ്പോൾ ഒന്ന് പറയുകയാണ് ഞങ്ങളിപ്പോൾ പഴയ പോലെ അല്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് 100 മാർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം. അത് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ആനുകൂല്യമാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ആരെയാണ് ഉദ്ദേശം എന്നുള്ളത് ഊഹിച്ചാൽ മതി.